Hi, good evening all. Nursing Aspirants മറ്റൊരു ലൈവ് സെഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ലേൺ നഴ്സിംഗിൻ്റെ കീഴിലുള്ള ഈ യൂട്യൂബ് ചാനൽ, നമ്മുടെ നഴ്സിംഗ് ആസ്പിറൻസ് എന്ന യൂട്യൂബ് ചാനലിൽ നഴ്സിംഗ് സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ നഴ്സിംഗ് പഠിച്ച് എക്സാംസിന് അത് കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന നഴ്സസിന് ഒക്കെ യൂസ്ഫുൾ ആകുന്ന വീഡിയോസാണ് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് BSc നഴ്സിംഗ് സെക്കൻഡ് സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് സെമസ്റ്റർ എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് റെഗുലർ സ്റ്റുഡൻസ് ആയാലും സപ്ലി എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ് ആയാലും എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ കഴിഞ്ഞ ലാസ്റ്റ് സൺഡേ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ സീരീസ് ആണിത്. അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെഷനാണിത്. സോ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പക്ഷെ നമ്മുടെ ക്രാഷ് കോഴ്സ് ഇതിൽ വരുന്നതല്ല. താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുപോലെയുമല്ല, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തി സിലബസ് ബേസ്ഡ് ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ക്ലാസ് എടുക്കുകയാണ്. ഒപ്പം നിങ്ങൾക്ക് അതിനകത്ത് എക്സാംസിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നുള്ളതും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ക്ലാസ്സിന് ശേഷം ഷോർട്ട് നോട്ട്സിൻ്റെ വീഡിയോ ഉൾപ്പെടെ നിങ്ങൾക്ക് നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. വളരെ ഇൻറ്റൻസീവ് ഡീപ്പായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഞാൻ അവിടെ എടുത്തു തരുന്നതായിരിക്കും. നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരോ ആരെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. എന്തുകൊണ്ട് ഞാനത് വീണ്ടും പറയുന്നു എന്ന് പറഞ്ഞാൽ, ഇനി നമുക്ക് എക്സാമിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമാണോ നമുക്ക് പഠിച്ചു തീർക്കാൻ. 1 by 1 ആയിട്ട് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള സമയം മാത്രമേ ഉള്ളൂ. അഡീഷണലി നമുക്ക് റിലാക്സ് ചെയ്യാനുള്ള സമയം അവിടെ ഇല്ല. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണമെന്നുള്ള കുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഞാൻ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ഓരോ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലോട്ട് പോകാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടാമത്തെ, അതായത് നമ്മുടെ ബയോ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ രണ്ടാമത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഈ 5th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ അവിടെ എല്ലാം പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 6th ക്വസ്റ്റ്യൻ നോക്കുക. ക്ലാസിഫൈ അമിനോ ആസിഡ്സ് ബേസ്ഡ് ഓൺ ന്യൂട്രീഷൻ ഗിവിങ് എക്സാമ്പിൾ. അതായത് എവിടെയാണ് നമ്മൾ ഈ അമിനോ ആസിഡ്സ് പഠിച്ചത്? അതായത് ന്യൂട്രീഷൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ നറിഷ്മെൻറ്റിൻ്റെ ബേസിസിൽ അമിനോ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ വിത്ത് എക്സാമ്പിൾ അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ അമിനോ ആസിഡ്സ് നമ്മൾ എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? പ്രോട്ടീൻ എന്നുള്ള ചാപ്റ്ററിലാണ് പഠിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു ബയോകെമിസ്ട്രിയുടെ 3ാമത്തെ യൂണിറ്റാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ, അല്ലെങ്കിൽ ബയോകെമിസ്ട്രിയുടെ അല്ലെങ്കിൽ ന്യൂട്രീഷനിലെ 2ാമത്തെ ചാപ്റ്ററായിട്ട് നമ്മൾ പ്രോട്ടീൻ പഠിക്കുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ അമിനോ ആസിഡ്സ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ അമിനോ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ മാത്രം, പ്രോട്ടീൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. എന്നാൽ അമിനോ ആസിഡ്സ് മാത്രം ഞാനിവിടെ ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ നോക്കുക, ഇത് നമ്മുടെ പ്രോട്ടീൻ്റെ ചാപ്റ്ററാണ്. ബയോകെമിസ്ട്രി സത്യനാരായണ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പ്രോട്ടീൻ്റെ ചാപ്റ്ററാണ്. അതിൽ അമിനോ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ടാണ് നമ്മളിവിടെ പോകുന്നത്. സ്റ്റാൻഡേർഡ് അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻ്റെ എന്താ പറയുക, അതിൽ കെട്ടിപ്പടുത്തിരിക്കുന്ന ഓരോ സ്റ്റെപ്സാണ് അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഈ അമിനോ ആസിഡ്സ് പല ടൈപ്സ് ഉണ്ട്. അത് നമ്മൾ അമിനോ ആസിഡ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പ്രോട്ടീൻ്റെ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഞാൻ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പക്ഷേ ഇവിടെ ഞാൻ ഡയറക്റ്റ്ലി അതിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോകുകയാണ്. അമിനോ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പല ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇവിടെ നോക്കുക, ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ബേസ്ഡ് ഓൺ സ്ട്രക്ചർ. അതിൻ്റെ രൂപമനുസരിച്ച് അമിനോ ആസിഡ്സിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ വരുന്നുണ്ട്. അതിനകത്ത് വരുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. അമിനോ ആസിഡ്സ് വിത്ത് അലിഫാറ്റിക് സൈഡ് ചെയിൻ ഉള്ളതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. അതിനകത്ത് വരുന്നതാണ് ഗ്ലൈസിൻ, അലനിൻ, വാലിൻ, ല്യൂസിൻ. ഇതെല്ലാം എന്താണ്? അമിനോ ആസിഡ്. ഐസോലൂസിൻ, ഇതെല്ലാം എന്താണ്? സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് അലിപതിക് സൈഡ് ചെയിൻസ് ഉള്ള അമിനോ ആസിഡ്സ്. രണ്ടാമത്തത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്സ് അടങ്ങിയ അമിനോ ആസിഡ്സ് ആണ്. ഏതൊക്കെയാണ്? സെറിൻ, ട്രിയോണിൻ, തൈറോസിൻ. ഓക്കെ, ടിറോസിൻ. നെക്സ്റ്റ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ആണ് സിസ്റ്റീൻ ആൻഡ്
സിസ്റ്റീൻ ആൻഡ് സിസ്റ്റീൻ, മെത്തിയോണൈൻ, ഇതെല്ലാം എന്താണ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ആണ്. നെക്സ്റ്റ് ഇത് കൂടാതെ ആസിഡിക് അമിനോ ആസിഡ്സും പിന്നെ അതിൻ്റെ അമൈഡ്സ് അസ്പാർട്ടിക് ആസിഡ്, അസ്പാർജിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ഗ്ലൂട്ടാമൈൻ, ഇതെല്ലാം അമിനോ ആസിഡ് കണ്ടെയ്നിങ് അമിനോ ആസിഡ്സ് ആണ്. ബേസിക് അമിനോ ആസിഡ്സിന് എക്സാമ്പിൾ ആണ് ലൈസിൻ, അർഗിനിൻ, ഹിസ്റ്റിഡിൻ. ഓക്കെ, ഇതെല്ലാം ബേസിക് കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ആണ്. ഇത് കൂടാതെ അരോമാറ്റിക് ആയിട്ടുള്ള അമിനോ ആസിഡ്സ് ഉണ്ട്. ഫിനൈൽ അലനിൻ, ടൈറോസിൻ ആൻഡ് ട്രിപ്റ്റോഫൻ, ഇമ്യൂനോ ആസിഡ് അടങ്ങിയതാണ് പ്രോലിൻ. ഇത്രയുമാണ് സ്ട്രക്ചർ അനുസരിച്ചിട്ടുള്ള അമിനോ ആസിഡ്സ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ആ സ്ട്രക്ചർ അനുസരിച്ച് അമിനോ ആസിഡ്സ് അലിപ്പതിക് സൈഡ് ചെയിൻ ഉള്ളതുണ്ട്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളതുണ്ട്, സൾഫർ ഗ്രൂപ്പ് ഉള്ളതുണ്ട്, ആസിഡിക് അമിനോ ആസിഡ്സ് ഉണ്ട്, ബേസിക് അമിനോ ആസിഡ്സ് ഉണ്ട്, അരോമാറ്റിക് അമിനോ ആസിഡ്സ് ഉണ്ട്, ഇമ്യൂനോ അമിനോ ആസിഡ്. ഇങ്ങനെ 7 തരം ക്ലാസിഫിക്കേഷൻ സ്ട്രക്ചർ അനുസരിച്ച് അമിനോ ആസിഡ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ അടുത്ത ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ് ബേസ്ഡ് ഓൺ പൊളാരിറ്റി. അതിൻ്റെ പൊളാരിറ്റിക്ക് അനുസരിച്ച് അമിനോ ആസിഡ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ നോൺ പോളാർ അമിനോ ആസിഡ്, രണ്ടാമത്തത് പോളാർ അമിനോ ആസിഡ്സ്, നെക്സ്റ്റ് അതിൽ നോ ചാർജ് ഓൺ ആർ ഗ്രൂപ്പും, നെക്സ്റ്റ് പോളാർ അമിനോ ആസിഡ്സ് വിത്ത് പോസിറ്റീവ് ആർ ഗ്രൂപ്പും 2 ടൈപ്പ് ഉണ്ട്. അത് കഴിഞ്ഞാൽ പോളാർ അമിനോ ആസിഡ്സ് വിത്ത് നെഗറ്റീവ് ആർ ഗ്രൂപ്പ്, അങ്ങനെ 3 ടൈപ്പ് അവിടെ പോളാറിൽ തന്നെ വരുന്നു. നോൺ പോളാർ ഒന്ന് വരുന്നു. നോൺ പോളാർ ഒന്ന്, പോളാറിൽ 3 പോളാറിൽ നോ ചാർജ് ഇല്ലാത്ത ആർ ഗ്രൂപ്പിൻ്റെ ഒന്ന്, പോസിറ്റീവ് ചാർജുള്ള ആർ ഗ്രൂപ്പ് ഒന്ന്, നെഗറ്റീവ് ചാർജുള്ള ആർ ഗ്രൂപ്പ് ഉള്ളത് ഒന്ന്, അങ്ങനെ 4 ക്ലാസിഫിക്കേഷനോടെ പൊളാരിറ്റി അനുസരിച്ചുണ്ട്. ഇനി അടുത്ത് വരുന്ന ക്ലാസിഫിക്കേഷനാണ് ന്യൂട്രീഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. അതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. 5 മാർക്കിന് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അമിനോ ആസിഡ്സ് എന്താണെന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിനുശേഷം വേറെയും ഏതൊക്കെ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്നുള്ളത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ന്യൂട്രീഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സിലോട്ട് എത്തിച്ചേരുന്നു. ഇവിടെ the 20 amino acids are required for the synthesis of variety of proteins besides other biological functions. ബയോളജിക്കൽ ഫംഗ്ഷനോടൊപ്പം അടങ്ങിയ അതിന് വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസ്, വെറൈറ്റി ഓഫ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 20 തരത്തിലുള്ള അമിനോ ആസിഡ്സ് നമുക്ക് വേണം. പക്ഷേ all these 20 amino acids need not to be taken in the diet. ഈ 20 അമിനോ ആസിഡ്സും നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആഹാരത്തിലൂടെ നമുക്ക് കിട്ടണമെന്ന് ഇല്ല. Based on the nutritional requirement, amino acids are grouped into 2 classes. മെയിനായിട്ട് ന്യൂട്രീഷണൽ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അമിനോ ആസിഡ്സ് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു? 2 ടൈപ്പ്. ഏതൊക്കെയാണത്? ഒന്ന് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, രണ്ടാമത്തത് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. ക്ലിയർ? 20 അമിനോ ആസിഡ്സ് ആണ് നമ്മുടെ വെറൈറ്റി പ്രോട്ടീൻസ് സിന്തസൈസ് ചെയ്യുന്നത്. ഇതിൽ പലതും നമ്മുടെ ആഹാരത്തിലൂടെ കിട്ടുന്നില്ല. പ്രധാനമായിട്ട് ന്യൂട്രീഷണൽ റിക്വയർമെൻ്റ് ഉള്ള അമിനോ ആസിഡ്സിനെ 2 തിരിച്ചിരിക്കുന്നു, എസെൻഷ്യൽ എന്നും നോൺ എസെൻഷ്യൽ എന്നും പറഞ്ഞിട്ട്. ഇനി എസെൻഷ്യൽ എന്താണെന്ന് നോക്കാം. എസെൻഷ്യൽ ഓർ ഇൻഡിസ്പെൻസിബിൾ അമിനോ ആസിഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണത്? എസെൻഷ്യൽ ഓർ ഇൻഡിസ്പെൻസിബിൾ അമിനോ ആസിഡ്സ്. ദ അമിനോ ആസിഡ്സ് വിച്ച് കനോട്ട് ബി സിന്തസൈസ്ഡ് ബൈ ദ ബോഡി. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ തന്നെ സിന്തസൈസ് ചെയ്യാൻ പറ്റാത്ത അമിനോ ആസിഡ്സിനെ എന്തു പറയുന്നു? എസെൻഷ്യൽ അല്ലെങ്കിൽ ഇൻഡിസ്പെൻസിബിൾ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നു. ഇതെവിടെ നിന്ന് കിട്ടണം? നമ്മുടെ ശരീരത്തിൽ സപ്ലൈ ചെയ്യാൻ ഉണ്ടാക്കാൻ പറ്റാത്തത് ആഹാരത്തിലൂടെ നമുക്ക് കിട്ടണം. therefore it need to be supplied through the diet are called. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വിളിക്കുന്നു? എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നു. ക്ലിയർ? എസെൻഷ്യൽ ഓർ ഇൻഡിസ്പെൻസിബിൾ അമിനോ ആസിഡ്സ് ഇതെന്താണ്? നമ്മുടെ ശരീരത്തിൽ നമുക്ക് സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറ്റിലൂടെ നമുക്ക് കിട്ടിയിരിക്കണം. അതുകൊണ്ട് ഇതിനെ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് വിളിക്കുന്നു. They are required for proper growth and maintenance of the individual. നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ശരിയായ രീതിയിലുള്ള വളർച്ചയ്ക്കും മെയിൻ്റനൻസിനും എന്ത് വേണം? ഈ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് വേണം. The 10 amino acids listed below are essential for human. മനുഷ്യന് അത്യാവശ്യം, അതുപോലെ എലിക്കും അത്യാവശ്യമായിട്ട് വേണ്ട 10 അമിനോ ആസിഡ്സ് ആണ് ഇത്. ഏതൊക്കെ? അതിനാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്സ്. എക്സാമ്പിളാണ് ആർഗിനിൻ, വാലിൻ, ഹിസ്റ്റിഡിൻ, ഐസോലൂസിൻ, ല്യൂസിൻ, ലൈസിൻ, മെത്തിയോണൈൻ, ഫിനൈൽ അലനിൻ, ട്രിയോണൈൻ, ട്രിപ്റ്റോഫാൻ. ഇത് ഇത്രയും എന്താണ്? 10 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ആണ്. അർഗിനിൻ, വാലിൻ,
histidine, isoleucine, leucine, lysine, methionine, phenylalanine, threonine, tryptophan. The two amino acids, namely arginine and histidine, can be synthesized by adult but not by growing children. ഇതെല്ലാം എസെൻഷ്യൽ ആസിഡ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത് രണ്ടും മാത്രം, ആർഗിനും ഹിസ്റ്റഡിനും മാത്രം അഡൾട്ട്സിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റും, കുട്ടികളിൽ സിന്തസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവയെ എന്ത് പറയുന്നു? സെമി എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നു. These two are known as absolutely semi essential amino acids. ക്ലിയർ? ഇനി അടുത്ത് നോൺ എസെൻഷ്യൽ അല്ലെങ്കിൽ ഡിസ്പെൻസബിൾ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബോഡി ക്യാൻ സിന്തസൈസ് അബൌട്ട് 10 അമിനോ ആസിഡ്സ് ടു മീറ്റ് ദ ബയോളജിക്കൽ നീഡ്സ്. ടോട്ടലിയുള്ള 20-ൽ 10 നോൺ എസെൻഷ്യലും 10 എസെൻഷ്യലുമാണ് അല്ലേ? അപ്പോൾ 10 എസെൻഷ്യൽ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. നോൺ എസെൻഷ്യൽ ആയിട്ടുള്ള 10 നമ്മുടെ ശരീരത്തിന് സിന്തസൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യേണ്ട? നമ്മൾ ആഹാരത്തിലൂടെ അത് കഴിക്കേണ്ട കാര്യമില്ല. അത് ഏതൊക്കെയാണ് 10? ഗ്ലൈസിൻ, അലാനിൻ, സെറിൻ, സിസ്റ്റീൻ, aspartate, aspergin, glutamate, glutamine, tyrosine and proline. ഓക്കെ, ഇതെല്ലാം എന്താണ്? നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന അല്ലെ അത്തരത്തിൽ പറ്റുന്ന അമിനോ ആസിഡ്സ് ആണ്. അതിനെ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നു. ഇനി അമിനോ ആസിഡ്സ് വേറെന്തിൻ്റെ ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? മെറ്റബോളിക് റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് മെറ്റബോളിസം നടക്കുന്ന റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്ലൈക്കോജനിക് അമിനോ ആസിഡ്സ്, കീറ്റോജനിക് അമിനോ ആസിഡ്സ് ആൻഡ് ഗ്ലൈക്കോജനിക് ആൻഡ് കീറ്റോജനിക് അമിനോ ആസിഡ്സ്. ഇങ്ങനെ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ കൂടെ വരുന്നുണ്ട്. ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അമിനോ ആസിഡ്സ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 7th ക്വസ്റ്റ്യൻ ആണ്, ദാറ്റ് ഈസ് ജോണ്ടിസ്. ഓക്കെ, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പഠിച്ച് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. 5 മാർക്കിനോ അല്ലെങ്കിൽ 10 മാർക്കിനോ 2 മാർക്കിനോ 1 മാർക്കിനും ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ജോണ്ടിസ്. അതുപോലെ ഈ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇതേ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ന്യൂട്രീഷണലും ചോദിക്കാം. ജോണ്ടിസിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുക. ജോണ്ടിസ് ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ടൈപ്സും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ജോണ്ടിസ് എന്ന് പറയുന്ന ഒരു രോഗമാണ്. ദ നോർമൽ സീറം ടോട്ടൽ ബിലിറൂബിൻ കോൺസെൻട്രേഷൻ ഈസ് ഇൻ ദ റേഞ്ച് ഓഫ് 0.2 to 1 mg/dl. നമ്മുടെ നോർമലി ഓരോ മനുഷ്യൻ്റെ ബ്ലഡിലും ബിലിറൂബിൻ്റെ അളവ്, ലിവറിൽ നിന്ന് വരുന്ന ബിലിറൂബിൻ, ലിവറിൽ നിന്നുള്ള ബൈലിലുള്ള ബിലിറൂബിൻ്റെ അളവ് അതെന്ത് ചെയ്യുന്നു? ബിലിറൂബിൻ എന്ത് ചെയ്തു? ബ്ലഡിൽ പ്രവേശിക്കുന്നു. അതിൻ്റെ അളവ് 0.2 മുതൽ 1 mg/dl ആണ് ബ്ലഡിൽ. ഓക്കെ, ഇതിൽ തന്നെ 0.2 to 0.6 mg/dl അൺകോൺജുഗേറ്റഡും ബാക്കി 0.2 to 0.4 കോൺജുഗേറ്റഡ് ബിലിറൂബിനും ആണ്. ക്ലിയർ? ഓർത്തിരിക്കുക. നോർമൽ ബിലിറൂബിൻ 0.2 to 1 അതിൽ 0.2 to 0.6 അൺകോൺജുഗേറ്റഡും 0.2 to 0.4 കോൺജുഗേറ്റഡും ആണ്. നെക്സ്റ്റ്, ജോണ്ടിസ് എന്നുള്ള വേർഡ് ഉണ്ടായത് ജോൺ അല്ലെങ്കിൽ യെല്ലോ എന്നുള്ള മറ്റൊരു വേർഡ്, ഫ്രഞ്ച് വേർഡിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം യെല്ലോ കളറേഷൻ ഓഫ് ദ വൈറ്റ് ഐസ്. നമ്മുടെ കണ്ണിൻ്റെ സ്കിന്നിൻ്റെയൊക്കെ യെല്ലോ ഡിസ്കളറേഷൻ ഉണ്ടാകുന്നു, സ്ക്ലീറയിലൊക്കെ ഡിസ്കളറേഷൻ ഉണ്ടാകുന്നു. ഇതുണ്ടാകാൻ കാരണം എന്താണ്? അവിടെ എല്ലാം എന്ത് ബിലിറൂബിൻ അക്യുമുലേറ്റ് ചെയ്യുന്നു എന്നർത്ഥം. ബിലിറൂബിൻ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെന്ത് പേര് വന്നു? ഹൈപ്പർ ബിലിറൂബിനീമിയ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. സീറം കോൺസെൻട്രേഷനൊക്കെ ലെവലൊക്കെ കൂടി വരുന്നതിനാണ് എന്ത് പറയുന്നത്? ഹൈപ്പർ ബിലിറൂബിനീമിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ജോണ്ടിസ്. ഇതിനെ മറ്റൊരു പേര് പറയുന്നത് ഇക്ടറസ് എന്നാണ്. ജോണ്ടിസ് ഓൾസോ നോൺ ആസ് ഇക്ടറസ് മേ ബി മോർ അപ്രോപ്രിയേറ്റ്ലി കൺസിഡേർഡ് ആസ് ആൻ സിംറ്റം റാദർ ദാൻ ഡിസീസ്. ജോണ്ടിസിനെ ഒരു സിംറ്റം ആയിട്ടാണ് കൂടുതലായിട്ട് കണക്കാക്കപ്പെടുന്നത് ദാൻ എ ഡിസീസ്, ഒരു ഡിസീസ് എന്ന് പറയുന്നതിനേക്കാളും. ഇറ്റ് ഈസ് റാദർ ഡിഫിക്കൽട്ട് ടു ക്ലാസിഫൈ ജോണ്ടിസ് സിൻസ് ഇറ്റ് ഈസ് ഫ്രീക്വൻറ്റ്ലി കോസ്ഡ് ഡ്യൂ ടു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ്. ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് ടു അണ്ടർസ്റ്റാൻഡ്, ജോണ്ടിസ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു 3 മേജർ ടൈപ്പ്. പ്രധാനമായിട്ട് ജോണ്ടിസ് എത്ര ടൈപ്പ് ഉണ്ട്? ഫസ്റ്റ് വൺ ഹീമോലൈറ്റിക്, ഹെപ്പാറ്റിക് ആൻഡ് ഒബ്സ്ട്രക്റ്റീവ്. ഫസ്റ്റ് വൺ ഹീമോലൈറ്റിക് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് കണ്ടീഷൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് ഹീമോഗ്ലോബിൻ ഓഫ് എറിത്രോസൈറ്റ്സ്. എറിത്രോസൈറ്റ്സിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂടുന്നതിന്, ഹീമോലൈസിസ് കൂടുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ജോണ്ടിസാണ് ഹീമോലൈറ്റിക് ജോണ്ടിസ് എന്ന് പറയുന്നത്. ഓക്കെ,
നെക്സ്റ്റ് ഇത് എങ്ങനെയാണ് ഈ ഒരു ഹീമോലൈറ്റിക് ബ്ലഡ് സെൽസ് നശിച്ചു പോകുന്നിടത്തുള്ള ഇത്തരത്തിലുള്ള ജോണ്ടിസ് ഉണ്ടാകുന്നത്? ഇംകോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുകയോ മലേറിയ ഉണ്ടാവുകയോ സിക്കിൾ സെൽ അനീമിയ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഹീമോലൈറ്റിക് ജോണ്ടിസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റിസൾട്ട് ഇൻ ഓവർ പ്രൊഡക്ഷൻ ഓഫ് ബിലിറൂബിൻ്റെ അളവ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും അത് അധികം എക്സ്ക്രീറ്റ് ചെയ്യാതിരിക്കാനും പിന്നെ it should have not the process capacity to conjugate about 3 gram of bilirubin per day against normal bilirubin production of 0.3 gram per day. സാധാരണ 0.3 gram per day ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഈ ഒരു ഹീമോലൈറ്റിക് കണ്ടീഷൻ ആകുമ്പോൾ അവിടെ 3 gram per bilirubin എന്നുള്ള gram of bilirubin per day എന്നുള്ള ഒരു കണക്റ്റിലുള്ള ഒരു അളവിലോട്ട് മാറ്റം വരുന്നു. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ജോണ്ടിസ്, ദാറ്റ് ഈസ് ഹീമോലൈറ്റിക് ജോണ്ടിസ്. എറിത്രോസൈറ്റ്സിന് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ്ഡ് ഹീമോലൈസിസ് നടന്ന് ബിലിറൂബിൻ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഹീമോലൈറ്റിക് ജോണ്ടിസിൻ്റെ പ്രത്യേകത മോർ ബിലിറൂബിൻ യൂറിനിലൂടെയാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ബിലിറൂബിൻ എങ്ങനെ ബ്ലഡിലുള്ള ബിലിറൂബിൻ ആൽബുമിൻ അപ്ടേക്ക് ചെയ്യുന്നു, ലിവറിലെത്തുന്നു, അവിടെ നിന്ന് ബിലിറൂബിൻ ഡൈഗ്ലൂക്കറോണൈഡ് ആയിട്ട് ബൈൽ ഡക്റ്റിൽ ഫോം ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് ഹെപ്പാറ്റിക് ജോണ്ടിസ്. ഓക്കെ, ഹെപ്പാറ്റിക് ജോണ്ടിസ്, ദിസ് ടൈപ്പ് ഓഫ് ജോണ്ടിസ് ഈസ് കോസ്ഡ് ബൈ ഡിസ്ഫങ്ഷൻ ഓഫ് ലിവറിൻ്റെ ഡിസ്ഫങ്ഷൻ കാരണം ഉണ്ടാകുന്ന ജോണ്ടിസിനെ ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ വൈറൽ ഇൻഫെക്ഷൻസ്, പോയ്സൺസ് ആൻഡ് ടോക്സിൻസ് ഇതുപോലുള്ള സബ്സ്റ്റൻസസ് ഒക്കെ എന്ത് ചെയ്യുന്നു? ഹെപ്പാറ്റിക് ജോണ്ടിസിന് കാരണമാകുന്നു. ഡാമേജ് ടു ദ ലിവർ അഡ്വേഴ്സ്ലി എഫക്ട് ദ ബിലിറൂബിൻ uptake and its conjugation by liver cells. Okay, next type രണ്ടാമത്തെ ടൈപ്പ് ഹെപ്പാറ്റിക് ജോണ്ടിസ് ആണ്. മൂന്നാമത്തെ ടൈപ്പ് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. This is due to an obstruction in the bile duct and it prevents the passage of bile into the intestine. The obstruction may be caused by gallstones, tumors, etc. ഓക്കെ, ഒബ്സ്ട്രക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബൈൽ പ്രൊഡ്യൂസ് ചെയ്ത് ട്രാവൽ ചെയ്യുന്ന ട്രാക്റ്റിൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടായാൽ, തടസ്സമുണ്ടായാൽ അതിനെ എന്ത് പറയുന്നു? നമ്മുടെ ഒബ്സ്ട്രക്റ്റഡ് ജോണ്ടിസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത് 3 ടൈപ്പ് നിങ്ങളവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. ജോണ്ടിസ് ആൻഡ് ജനറ്റിക് ഡിഫക്ട്സിനെ കുറിച്ചൊക്കെ ഉണ്ട്, അതൊക്കെ പിന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനകത്ത് അവിടെ ചോദിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ജോണ്ടിസ് വരെ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ്. ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ് മീൻസ് അതായത് 2 വേർഡുകൾ സിമിലർ ആയില്ല, യൂഷ്വലി എപ്പോഴും 2 സിമിലർ ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് തരും. ആ 2 വാക്കുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് 2 മാർക്ക് വീതമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ 1 വേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ ഈ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 10 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. അതാണ് വളരെ ഒരു പ്രധാനമായിട്ട് ഒരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ 10 മാർക്ക് കിട്ടും. നമ്മൾ ടോട്ടലി 25 മാർക്കിനാണ് നമ്മുടെ ബയോകെമിസ്ട്രി വരുന്നത്. അതിൽ 10 മാർക്ക് ഈ നമ്മുടെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ആ 1 വേർഡ് ക്വസ്റ്റ്യൻസ് നിന്ന് മാത്രമായിട്ട് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് 3-5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഒരുവിധം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3-5 മാർക്കിന്റെ 15 മാർക്കിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങൾക്ക് 10 മാർക്ക് അവിടെയും സ്കോർ ചെയ്യാൻ പറ്റും. ടോട്ടലി ഔട്ട് ഓഫ് 25 ഒരു ആവറേജ് ബിലോ ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ പോലും നിങ്ങൾക്ക് ഈസി ആയിട്ട് 20 മാർക്സ് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് എപ്പോഴും 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്യുക. അതായത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചിന്തിച്ച് കറക്റ്റ് ആൻസറിൽ എത്തിച്ചേരുക. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മിനിമം ഒരു 7-8 പോയിന്റ്സ് അതിനകത്ത്, ഒരു 6-7 പോയിന്റ്സ് അതിനകത്ത് വരണം. 2 വേർഡ്സ് ഉണ്ടാകും. മിനിമം ഓരോ പോയിന്റ്സിനെ കുറിച്ചും ഒരു 4 പോയിന്റ്സ്, ഓരോ വേർഡിനെ കുറിച്ചും 4 പോയിന്റ്സ് വീതം എഴുതുക. അപ്പോൾ 2 വേർഡും കൂടെ 4 പോയിന്റ്സ് 8 പോയിന്റ്സ് ടോട്ടലി അവിടെ എഴുതണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും സപ്പോസ് 1-2 പോയിന്റ്സ് തെറ്റിയാൽ പോലും നിങ്ങൾക്ക് 2 മാർക്കിനുള്ളത് ബാലൻസ് പോയിന്റ്സ് അവിടെ ഉണ്ടാകും. കൃത്യമായിട്ട് നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ കിട്ടുകയും ചെയ്യും. ഒരു 1/2 മാർക്ക് പോലും അവിടെ കുറയത്തില്ല. ഈ 2 മാർക്ക് നിങ്ങൾ നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ 1/2 മാർക്ക് പോലും കുറയത്തില്ല. 5 മാർക്കിന്റെ 10 മാർക്കിന്റെ എസ് എ വരുമ്പോൾ നിങ്ങൾ അവിടെ എത്ര നന്നായിട്ട് പ്രസന്റ് ചെയ്താലും ഒരു ഫുൾ മാർക്ക് തരത്തില്ല. മാക്സിമം 4-4.5 അത്രേ തരത്തുള്ളൂ. അല്ല എങ്കിൽ 4-4.5 മാർക്സ് അവിടെ 1-1.5 മാർക്സും ചിലപ്പോൾ അവിടെ കുറയും നന്നായിട്ട് പ്രസന്റ് ചെയ്താൽ പോലും. അപ്പോൾ ഈ 10 മാർക്ക് കൃത്യമായിട്ട് സ്കോർ ചെയ്യുക. അടുത്ത 15 മാർക്കിൽ മിനിമം 10 മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ടോട്ടലി 20 മാർക്സ്. ഇതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. സോ ഇവിടെ നോക്കുക, നമുക്ക് ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ LDL
ആൻഡ് HDL, അതായത് നമ്മുടെ ലിപ്പിഡ്സിനകത്ത് വരുന്ന കൊളസ്ട്രോളിനകത്ത് വരുന്ന ഒരു ടോപ്പിക്കാണ് LDLും HDLും. ഈ LDLും HDLും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ അതിൻ്റെ ഒരു ചെറിയ നോട്ട്, ഇത് തന്നെ നിങ്ങൾ പഠിച്ചാലും മതി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന്. ഞാൻ അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ള 1-2 പോയിന്റ്സ് അവിടെ പറയാം. അത് കഴിഞ്ഞ ശേഷം നമുക്കിത് എക്സ്പ്ലനേഷൻ നോക്കാം. ഇവിടെ നോക്കുക, ലിപ്പിഡ്സിന്റെ ഗ്ലൈക്കോലിപ്പിഡ്സ്, ലിപ്പോ പ്രോട്ടീൻസ് എന്ന ക്ലാസിഫിക്കേഷൻസ് വരുന്നത് നമ്മൾ ലിപ്പിഡ്സ് പഠിക്കുന്ന സമയത്ത് ക്രാഷ് കോഴ്സിൽ കുട്ടികൾക്ക് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കും. അപ്പം നിങ്ങളും അത് നന്നായിട്ട് പഠിക്കുക, എല്ലാവരും നന്നായിട്ട് അത് പഠിക്കുക. ഇവിടെ ലിപ്പോ പ്രോട്ടീൻസ് ആർ മോളിക്കുലർ കോംപ്ലക്സസ് ഓഫ് ലിപ്പിഡ്സ് വിത്ത് പ്രോട്ടീൻസ്. ലിപ്പോ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിപ്പിഡും പ്രോട്ടീനും കൂടെ ഒരുമിച്ച് ചേരുന്നത്, ലിപ്പിഡും പ്രോട്ടീനും കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു കോമ്പിനേഷനാണ് അല്ലെങ്കിൽ ഒരു കോംപ്ലക്സിനാണ് ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഗുണം അല്ലെങ്കിൽ ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ദേ ആർ ദ ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ് ഫോർ ലിപ്പിഡ്സ് ഇൻ ദ സർക്കുലേഷൻ. ബ്ലഡിൽ ലിപ്പിഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിപ്പോ പ്രോട്ടീൻസ് സഹായിക്കുന്നത്. ദേ ആർ 5 types of lipoproteins. ഏതൊക്കെയാണ്? കൈലോമൈക്രോൺസ്, very low density lipoproteins, that is VLDL, low density lipoprotein, that is LDL, high density lipoproteins, that is HDL, and free fatty acids, albumin complexes. ഇതെല്ലാം എന്താണ്? ലിപ്പോപ്രോട്ടീൻ ആണ്. 5 ടൈപ്പ് പ്രധാനമായിട്ടുണ്ട്. ഏതൊക്കെയാണ്? കൈലോമൈക്രോൺ, വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ഫ്രീ ഫാറ്റി ആസിഡ്, ആൽബുമിൻ കോംപ്ലക്സ്. അങ്ങനെ 5 ടൈപ്പ് ലിപ്പോപ്രോട്ടീൻ ആണ് ഉള്ളത്. ഓക്കെ, ഇതിൽ നമുക്കിവിടെ ചോദിക്കുന്നത് LDLും HDLും തമ്മിലുള്ള വ്യത്യാസമാണ്. ഓക്കെ, ഇവിടെ നോക്കുക, ഓരോ പോയിന്റ് ആയിട്ട് നോക്കാം. അതിന്റെ ഫുൾ നെയിം എന്താണ്? ലോ LDLന്റെ പോയിന്റ്സ് ആണ് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. HDL എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. സൈസ്, ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഈസ് എ ലാർജർ സൈസ്. ഓക്കെ, L എന്ന് പറയുമ്പോൾ ലോ ഡെൻസിറ്റി ആണെങ്കിലും അതിൻ്റെ സൈസ് വളരെ വലുതാണ്. ക്യാരി മോർ കൊളസ്ട്രോളും, ഒരുപാട് കൊളസ്ട്രോൾ വഹിച്ചു കൊണ്ടുപോകാൻ LDLന് പറ്റുന്നു. എന്നാൽ HDL വളരെ ചെറിയ സൈസാണ്, സ്മോളർ സൈസാണ്. ക്യാരി മോർ പ്രോട്ടീൻസ് ആണ് അവിടെ വഹിച്ചു കൊണ്ടുപോകുന്നത്. ഇനി ഇതിനെ LDLനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ബാഡ് കൊളസ്ട്രോൾ എന്നാണ് അറിയപ്പെടുന്നത്. HDL എന്താണ്? ഗുഡ് കൊളസ്ട്രോൾ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം LDL ഇറ്റ് ട്രാൻസ്പോർട്ട് കൊളസ്ട്രോൾ ടു ദ സെൽസ് ആസ് നെസസറി ടു ഫങ്ഷൻ. നമ്മുടെ LDL എന്ത് ചെയ്യുന്നു? നമ്മുടെ സെല്ലുകളിലോട്ട് ആവശ്യത്തിന് കൊളസ്ട്രോൾ വഹിച്ചു കൊണ്ടുപോകുന്നത് LDLും. എന്നാൽ HDL എന്താണ്? HDL റിമൂവ്സ് എക്സസ് കൊളസ്ട്രോൾ ഫ്രം ദ ബ്ലഡ് സ്ട്രീം ടു ദ ലിവർ ആൻഡ് കൺവേർട്ടഡ് ടു ബൈൽ ആസിഡ്സ്. HDL എന്ത് ചെയ്യുന്നു എന്ന് പറയുന്നത്? എന്തുകൊണ്ട് അതിനെ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നു? ബ്ലഡിലുള്ള അധികമുള്ള കൊളസ്ട്രോളിനെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് അതിനെ അവിടെ നിന്ന് ലിവറിലെത്തിച്ച് അവിടെ അതിനെ കൺവേർട്ട് ചെയ്ത് ബൈൽ ആസിഡാക്കി മാറ്റുന്നതിന് സഹായിക്കുന്നത് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. കൊളസ്ട്രോൾ അവിടെ കുറയ്ക്കാൻ സഹായിക്കുന്നത് കൊണ്ട് ഇതിനെ എന്ത് പറയുന്നു? HDL എന്ന്, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻസിനെ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയുന്നു. ഇനി എപ്പോഴാണ് ഇത് റിസ്ക് ആകുന്നതെന്ന് പറഞ്ഞാൽ LDL കൂടിയാൽ റിസ്ക്കും HDL കുറഞ്ഞാൽ റിസ്ക്കും. അതുകൊണ്ട് നമ്മുടെ എപ്പോഴും ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസിൻ്റെ സ്ട്രെങ്തിന് അല്ലെങ്കിൽ ഹെൽത്തിന് എന്ത് നമുക്ക് വേണം? HDL അടങ്ങിയ ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം. ക്ലിയർ? LDL കുറഞ്ഞ ആഹാരങ്ങളും HDL കൂടിയ ആഹാരവും കഴിക്കണം. നോർമൽ നമ്മുടെ ലെവൽ എത്രയായിരിക്കണം? LDL ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 100 ഇൻ ദ ബ്ലഡ്. LDL ലെസ് ദാൻ 100ഉം HDL മോർ ദാൻ 60ഉം ആണെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് ഫോർ അവർ ഹെൽത്ത്. This is the difference between LDL and HDL. LDL എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും HDL എന്ന് പറഞ്ഞാൽ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനുമാണ്. സൈസ് ലാർജറും HDL സൈസ് സ്മോളറും. LDL ബാഡ് കൊളസ്ട്രോളും HDL ഗുഡ് കൊളസ്ട്രോളുമാണ്. LDL കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സെല്ലിലോട്ട് കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ട് ചെയ്യുകയും HDL നമ്മുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോളിനെ റിമൂവ് ചെയ്ത് ലിവറിൽ കൊണ്ടുപോയി അത് കൺവേർട്ട് ചെയ്ത് ബൈൽ ആസിഡ്സ് ആക്കി മാറ്റുകയും ചെയ്യുന്നു. ഇനി LDL കൂടിയാൽ പ്രശ്നമാണ്, HDL കുറഞ്ഞാൽ പ്രശ്നമാണ്. അതിൻ്റെ നോർമൽ ലെവൽ LDL ഷുഡ് ബി ലെസ് ദാൻ 100 ആൻഡ് HDL ഷുഡ് ബി മോർ ദാൻ 60 ഇൻ ദ ബ്ലഡ് ഫോർ അവർ നോർമൽ പ്രോപ്പർ ഹെൽത്ത്. ഓക്കെ, ദീസ് ഓൾ ആർ ലിപ്പോ
പ്രോട്ടീൻസ്. ഇത് 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണക്കാക്കി നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാവുന്ന കാര്യമാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുന്നേ നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്രാഷ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൂടെ ഞാൻ പറയാം. ഇപ്പോൾ നിലവിൽ നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിന്റെ ക്രാഷ് കോഴ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ 3 months പ്ലാൻ ആണ്. ഇപ്പോൾ 2 monthsന്റെ പ്ലാൻ ഇപ്പോൾ 2 monthsന്റെ പ്ലാൻ ഇപ്പോൾ അവൈലബിൾ അല്ല. അത് നിങ്ങൾക്ക് ഇപ്പോൾ ആപ്ലിക്കബിൾ അല്ല. പകരം നിങ്ങൾക്ക് 3 monthsന്റെ കോഴ്സിനാണ് ഡയറക്റ്റ്ലി ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. 1499 റുപ്പീസിന്റെ 3 monthsന്റെ കോഴ്സ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി 6 monthsന്റെ കോഴ്സിന് ജോയിൻ ചെയ്യാം. 2499. അത് ഈ ഒരു കോഴ്സിന് സ്റ്റാൻഡേർഡ് പ്ലാൻ 6 months ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ എക്സാം വരെയും നിങ്ങളുടെ ഈ എല്ലാ കോഴ്സ് മെറ്റീരിയൽസും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും അതിനൊപ്പം നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാ മെറ്റീരിയൽസും ടിൽ യുവർ എക്സാം ഇത് നിങ്ങൾക്ക് പഠിക്കാൻ അവൈലബിൾ ആയിരിക്കും, ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ. പക്ഷേ നിങ്ങൾക്ക് അതല്ല 3 monthsന്റെ കോഴ്സിന് വേണമെങ്കിൽ അതും ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് റിന്യൂ ചെയ്യാം. റിന്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മിനിമം 2 monthsന്റെ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വീണ്ടും വേണമെങ്കിൽ റിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഈ 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തീർക്കാം. നിങ്ങൾക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ പഠിക്കാൻ നമ്മുടെ ക്രാഷ് കോഴ്സ് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8891127927. ഈ നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്നതാണ്. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പേയ്മെൻറ്റ് ചെയ്ത് ഗൂഗിൾ പേ ചെയ്ത് ഈ നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ചെയ്ത് ഈ നമ്പറിൽ തന്നെ സ്ക്രീൻഷോട്ട് അയച്ച് കോഴ്സിന് ഈസി ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഏറ്റവും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങളുടെ എക്സാം അടുത്തടുത്ത് വരികയാണ്. എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത് വരെ ആരും വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അതിന് മുന്നേ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. റൈറ്റിംഗ് വർക്ക്സ് എല്ലാം ഫിനിഷ് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കരുത്. ഒട്ടും തന്നെ സമയം തികയത്തില്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഓർക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. 52 യൂണിറ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ടോട്ടലി ബയോകെമിസ്ട്രി, ന്യൂട്രീഷൻ ആൻഡ് ഫണ്ടമെന്റൽസ് 1 and 2 ടുഗദർ നിങ്ങൾക്ക് 52 യൂണിറ്റ്സ് പഠിക്കാനുണ്ട്. അത് വളരെ ചെറിയൊരു സിലബസ് ഒന്നും അല്ല. കണ്ടൻസ് ഒരുപാടുണ്ട്. ഇറ്റ് നീഡ്സ് ടൈം ടു സ്റ്റഡി. ഒന്നുകിൽ നിങ്ങൾ സ്വയം ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിന് ഇപ്പോഴേ ജോയിൻ ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 9th question, that is GTT and GCT. നിങ്ങൾ ഈ GTT പലയിടത്തും കേട്ടിട്ടുണ്ടാവും, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ GCT എന്താണെന്ന് അറിയാമോ? അപ്പോൾ അത് നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ ടെൻഷൻ ആകണ്ട, നമുക്കിവിടെ പഠിക്കാം. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്താണ്, GCT എന്താണെന്നുള്ളത് ഇവിടെ പഠിക്കാം. ഓക്കെ, ഇവിടെ നോക്കുക. ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, അതാണ് GTT. ഓറൽ OGTT, അതാണ് ഓറൽ എന്ന് പറഞ്ഞാൽ O. ഓക്കെ, GTT എന്നും OGTT എന്നും പറയാറുണ്ട്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ഇനി GCT എന്ന് പറഞ്ഞാൽ ഓറൽ ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. രണ്ടും ഡയബറ്റീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകൾ തന്നെയാണ്. പക്ഷെ ഇവ രണ്ടും ഒരുപോലെ ചെയ്യുന്നത് തന്നെയാണ്. ഒരു ചെറിയൊരു വ്യത്യാസം അവിടെ കാണപ്പെടുന്നു. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ GTT ആൻഡ് GCT. GTT എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, GCT എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ്. നമുക്ക് എന്താ നോക്കാം ഓരോന്നും. GTT അല്ലെങ്കിൽ OGTT എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടെസ്റ്റ് ദാറ്റ് ആക്സസ് ദ ബോഡി എബിലിറ്റി ടു ടോളറേറ്റ് എ മെഷർ ക്വാണ്ടിറ്റി ഓഫ് ഗ്ലൂക്കോസ്. നമ്മളൊരു ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിലോട്ട് കൊടുത്താൽ അത് നമ്മുടെ ശരീരം എത്രത്തോളം ടോളറേറ്റ് ചെയ്യുന്നു, കറക്റ്റായിട്ട് ഗ്ലൂക്കോസ് അബ്സോർബ് ചെയ്ത് കറക്റ്റായിട്ട് മെറ്റബലൈസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നതിനുള്ളൊരു ടെസ്റ്റാണ് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം നൈറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, പേഷ്യൻ്റ് ഫുൾ നമ്മളവിടെ ഫാസ്റ്റിങ്ങിൽ ഇരുന്നതിന് ശേഷം രാവിലെ പേഷ്യൻ്റ് വരുന്നു. പേഷ്യൻ്റിൽ നിന്ന് സാമ്പിൾ, ഫാസ്റ്റിംഗ് സാമ്പിൾ ആദ്യം നമ്മൾ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നു. അതിൻ്റെ ബ്ലഡ് സാമ്പിൾ ലെവല് നോട്ട് ചെയ്യുന്നു. അതിനുശേഷം പേഷ്യൻറ്റിന് 70 gram ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നു, 100 ml വെള്ളത്തിൽ മിക്സ് ചെയ്ത് പേഷ്യൻറ്റിനോട് കുടിക്കാൻ പറയുന്നു. അതിനുശേഷം ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും നമ്മൾ ബ്ലഡ് സാമ്പിളിൻ്റെ ഷുഗർ ലെവല് ചെക്ക് ചെയ്യുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിയുമ്പോൾ ആ ഓരോ മണിക്കൂറിലും ഉള്ള അരമണിക്കൂർ ഇടപെട്ടുള്ള ബ്ലഡ് നമ്മൾ ആ ഒരു ഷുഗർ ലെവൽ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് ഒരു ഗ്രാഫ് തയ്യാറാക്കുന്നു. അതിനുശേഷം ആ ഗ്രാഫിൽ നിന്ന് നമ്മൾ അത് നോർമൽ ഗ്രാഫാണോ, കറക്റ്റ് 2 മണിക്കൂർ കഴിയുമ്പോൾ ഏകദേശം ആ പേഷ്യൻ്റ് ഷുഗർ ലെവൽ നോർമൽ ലെവലിലോട്ട് എത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. നോർമലി എത്തുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഈസ് നോട്ട് ഡയബറ്റിക്. അത് എത്തുന്നില്ല, സ്റ്റിൽ അത് ഹൈ ലെവലിൽ തന്നെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നിൽക്കുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഈസ് ഡയബറ്റീസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇതാണ് ഓറൽ ഗ്ലൂക്കോസ്
ടോളറൻസ് ടെസ്റ്റ്. ഓക്കെ, അത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ആവശ്യം വരുന്നത് എന്നുള്ളതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫാമിലി പേഷ്യൻസ് വിത്ത് ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് ചെയ്യാം. അതുപോലെ പേഷ്യൻ്റ് വിത്ത് ഡിലേ വൂണ്ട് ഹീലിംഗ് ഉണ്ടെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്യാം. ജസ്റ്റേഷൻ പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് ടെസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. അതുപോലെ ക്രോണിക് കോംപ്ലിക്കേഷൻസ്, ന്യൂറോപ്പതി, റെറ്റിനോപ്പതി, അങ്ങനെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ കാണുന്നുണ്ടെങ്കിൽ നമുക്കത് ഈ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അതിൻ്റെ പ്രിപ്പറേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 3 ദിവസം മുന്നേ തന്നെ പേഷ്യൻറ്റിനോട് എന്താ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അത് കഴിക്കണം എന്നുള്ളത്, റെഗുലർ ഡയറ്റ് കഴിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, പേഷ്യൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കുറയ്ക്കുന്ന ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഡ്രഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സ്റ്റോപ്പ് ചെയ്യുക. സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. സ്ട്രെസ്ഫുൾ ടേണസ് എക്സസൈസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യുക. ഒരു നൈറ്റ് ഫുള്ളായിട്ട് നമ്മൾ ഫാസ്റ്റിംഗ് എടുക്കുക. അതിനുശേഷം മോർണിംഗ് എന്ത് ചെയ്യുക, അവിടെ 0 ടൈമിൽ പേഷ്യൻ്റെ ബ്ലഡ് സാമ്പിൾ ഡ്രോൺ ചെയ്ത് ബ്ലഡും യൂറിനും രണ്ടും നമ്മൾ ഡ്രോൺ ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പേഷ്യൻ്റ് ഒരു 75 ഗ്രാം ഗ്ലൂക്കോസ് സൊല്യൂഷൻ 350 ml വെള്ളത്തിൽ കലക്കി പേഷ്യൻറ്റിനോട് കുടിക്കാൻ പറയുന്നു. 5 മിനിറ്റ് കൊണ്ട് കുടിക്കാൻ പറയുന്നു. അതിനുശേഷം ഓരോ അരമണിക്കൂറിൽ ഇടവിട്ട് പേഷ്യൻ്റെ സാമ്പിൾ കളക്ട് ചെയ്ത് 2 മണിക്കൂർ വരെ നമ്മൾ ആ കിട്ടുന്ന സാമ്പിൾ വെച്ചിട്ട് ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു. ആ ഗ്രാഫിൽ നിന്ന് നമ്മുടെ അതിൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ഗ്രാഫ് ഉണ്ട്. സത്യനാരായണ ടെക്സ്റ്റ് ബുക്കിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അതിൽ നിന്ന് നമുക്ക് നോർമൽ ഗ്രാഫാണ് കിട്ടുന്നതെങ്കിൽ പേഷ്യൻ്റ് നോൺ ഡയബറ്റിക് എന്നും, അബ്നോർമൽ അതായത് സ്റ്റിൽ നമ്മുടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ഹൈ ലെവൽ ബ്ലഡ് ഗ്ലൂക്കോസ് ആണെങ്കിൽ പേഷ്യൻ്റ് ഡയബറ്റിക് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ ഷുഡ് ബി ലെസ് ദാൻ 5.6 ഇൻ നോർമൽ. ഇനി 5.6നും 6.9നും ഇടയിലാണെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസിനെ പ്രീ ഡയബറ്റീസ് എന്നും, എബോവ് 7 ആണെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്നുമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഓറൽ ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് എന്ന് പറയുന്നത്? ഇതും എന്ത് തന്നെയാണ്, നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ഡോസ് മെഷർ ചെയ്യുന്നതിനുള്ള ഒരു ടെസ്റ്റ് തന്നെയാണ്. ഇതൊരു റാൻഡം ടെസ്റ്റാണ്. യൂഷ്വലി പ്രഗ്നൻസിയിലുള്ള ആൾക്കാർക്ക് 24th മുതൽ 28th വീക്കിലുള്ള സമയത്ത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പർട്ടിക്കുലർലി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് OGCT അല്ലെങ്കിൽ GCT എന്ന് പറയുന്നു, ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ്. ഇറ്റ്സ് ഓൺലി ഫോർ ഇൻഡിക്കേഷൻ ആയത് ആർക്ക് മാത്രമാണ്? പ്രഗ്നൻറ്റ് വുമൺ ഷോയിങ് സൈൻസ് ഓഫ് ഡയബറ്റീസിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണിക്കുന്ന പ്രഗ്നൻറ്റ് വുമണിന് മാത്രം ചെയ്യുന്നൊരു ടെസ്റ്റാണിത്. അതിൻ്റെ പ്രൊസീജിയർ ഇവിടെ നോക്കുക. പേഷ്യൻ്റ് ഈസ് ആസ്ക്ഡ് ടു ഡ്രിങ്ക് 50 mg ഓഫ് ഗ്ലൂക്കോസ് സൊല്യൂഷൻ. പേഷ്യൻറ്റോട് 50 ഗ്രാം ഗ്ലൂക്കോസ് സൊല്യൂഷൻ കുടിക്കാൻ പറയുന്നു. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു, ആ പേഷ്യൻ്റെ ഗ്ലൂക്കോസിൻ്റെ ബ്ലഡ് ലെവലിലുള്ള ഗ്ലൂക്കോസിൻ്റെ ലെവല് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. റിസൾട്ട് ഇൻ്റർപ്രിട്ടേഷനാണ്. ഗ്ലൂക്കോസ് ലെവൽ ലെസ് ദാൻ 140 mg ആണെങ്കിൽ ഈസ് നെഗറ്റീവ്, ദാറ്റ് പേഷ്യൻ്റ് ഈസ് നോട്ട് ഡയബറ്റിക്. ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 140 ദെൻ വി വിൽ ഡു ദാറ്റ് ടെസ്റ്റ്. എങ്കിൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ മോർ ദാൻ 140 എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകൂടി നമ്മൾ കൺഫേം ചെയ്യാൻ വേണ്ടി GTT നെക്സ്റ്റ് ഡേ ചെയ്യും, ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് GCT എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ GCTയും GTTയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇതും 2 മാർക്കിന് ധാരാളമാണ്. നിങ്ങൾക്ക് ഈ 2 ടെസ്റ്റും GTT എന്താണെന്നൊരു പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, GCT എന്താണെന്നൊരു പാരഗ്രാഫിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ഇവിടെ അടുത്ത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്താണെന്നും അതിൻ്റെ കോംപ്ലിക്കേഷൻ, ജസ്റ്റേഷണൽ ഡയബറ്റീസ് പ്രഗ്നൻസി പീരീഡിൽ അമ്മയ്ക്ക് ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടായിരുന്നാൽ കുഞ്ഞിന് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാം അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് വായിച്ച് നോട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ജസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ OGTT ആൻഡ് OGCT എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതും ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റും ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതുമാണ്. ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് ഹൈപ്പർ ഗ്ലൈസീമിയ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് ഹൈപ്പർ ഗ്ലൈസീമിയ. എന്താണ് വ്യത്യാസം? ഹൈപ്പോ മീൻസ് കുറവ്, ഹൈപ്പർ മീൻസ് കൂടുതൽ. ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞു നിന്നാൽ അതിനെ ഹൈപ്പോഗ്ലൈസീമിയ എന്നും, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടി നിന്നാൽ, നോർമലിനേക്കാൾ കൂടി നിന്നാൽ അതിനെ ഹൈപ്പർ ഗ്ലൈസീമിയ എന്നും
പറയുന്നു. നമുക്കതിൻ്റെ എക്സ്പ്ലനേഷൻ അത് നിങ്ങൾക്ക് തന്നെ 2 സെൻറ്റൻസിൽ എഴുതി നിർത്താം. 2 സെൻറ്റൻസ് അല്ല, നിങ്ങൾക്കത് നോർമൽ ലെവൽ എത്രയാണ്, നോർമലി ഏതൊക്കെ ഹോർമോൺസ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നമ്മൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്, അത് കൺട്രോൾ ചെയ്യാതെ വരുമ്പോൾ നമുക്ക് ബ്ലഡ് ഷുഗർ ലെവൽ കുറഞ്ഞു പോയാൽ അതിനെ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. എന്നാലും ഞാൻ ശങ്കരനാരായണ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ ഞാൻ നിങ്ങൾക്കത് പറഞ്ഞു തരാം. അതിലോട്ട് പോകാം. ഇവിടെ നോക്കുക, ഇവിടെ ഹൈപ്പർ ഗ്ലൈസീമിയേക്കാൾ കൂടുതലായിട്ട് ഹൈപ്പോഗ്ലൈസീമിയ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പല തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഇവിടെ വന്നൊന്ന് കാണിക്കുന്നത്. ഹൈപ്പോഗ്ലൈസീമിയ നമ്മൾ ഓൾറെഡി നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇൻസുലിനിലും ഗ്ലൂക്കാഗോണിൻ്റെ റോൾ, അതായത് നമ്മുടെ പാൻക്രിയാസിൻ്റെ ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിനാണ് എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കൂടി നിൽക്കുമ്പോൾ ഹൈപ്പർ ഗ്ലൈസീമിയ ഉള്ളപ്പോൾ ആ ഗ്ലൂക്കോസിനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജൻ ആക്കി മാറ്റി ലിവറിലും മസിലും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയുമ്പോൾ അല്ലെങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുമ്പോൾ പാൻക്രിയാസിൽ നിന്നുള്ള ആൽഫ സെൽസ് ഗ്ലൂക്കാഗോൺ എന്നുള്ള ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് നമ്മുടെ ബ്ലഡിലോട്ട്, അതായത് ലിവറിലും മസിൽസിലും ഒക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജനെ കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസ് ആക്കി ബ്ലഡിൽ എത്തിച്ച് അവിടെ ഷുഗറിൻ്റെ ലെവൽ കൂട്ടുകയും ചെയ്യുന്നു. ഈ 2 ഹോർമോൺസിൻ്റെ മെക്കാനിസം പ്രോപ്പറായിട്ട് നടക്കാതെ വരുമ്പോഴാണ് നമുക്ക് ഈ ഹൈപ്പോഗ്ലൈസീമിയയും ഹൈപ്പർ ഗ്ലൈസീമിയയും ഉണ്ടാകുന്നത്. നോർമലി നമ്മുടെ ഈ ഒരു ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കോൺസെൻട്രേഷൻ <45 വന്നു കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയയുടെ സിംറ്റംസ് ഉണ്ടാകുന്നു. എന്തൊക്കെ സിംറ്റംസ് ആണ് ഉണ്ടാകുന്നത്? ഹെഡേക്ക്, ആങ്സൈറ്റി, കൺഫ്യൂഷൻ, സ്വെറ്റിംഗ്, സ്ലേർഡ് സ്പീച്ച്, സീഷേഴ്സ്, കോമ, ഇതെല്ലാം ഉണ്ടാകുന്നു. ഇനി ഇതൊന്നും വീണ്ടും നമ്മൾ കറക്റ്റ് ചെയ്തില്ല എങ്കിൽ ഹൈപ്പോഗ്ലൈസീമിയ ഈസ് വെരി ഡേഞ്ചറസ്, പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കാൻ കാരണമാകും. എക്സ്പെഷ്യലി ബ്രെയിൻ ഡെത്ത്. കാരണം ബ്രെയിനിന് ഓരോ സെക്കൻഡ്സിനും ആര് വേണം? ഗ്ലൂക്കോസ് വേണം. അതുകൊണ്ട് സഡൻ ഗ്ലൂക്കോസ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ ആ വ്യക്തി മരണപ്പെടാൻ ചാൻസ് ഉണ്ട്. സോ ഇനി അതുപോലെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയയുടെ ടൈപ്സ് നമുക്കിവിടെ നോക്കാം. പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പോഗ്ലൈസീമിയ, അതിൻ്റെ അർത്ഥം also called reactive hypoglycemia, observed in patients with elevated insulin secretion. അതായത് നമ്മുടെ നോർമലിനേക്കാൾ കൂടുതൽ ഇൻസുലിൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിലുള്ള നോർമൽ ഗ്ലൂക്കോസിനെയും എന്ത് ചെയ്യും, അവിടെ കൺവേർട്ട് ചെയ്ത് ഗ്ലൈക്കോജനാക്കി മാറ്റുകയും ബ്ലഡിൽ ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനെ പോസ്റ്റ് പ്രാൻഡിയൽ ഹൈപ്പോഗ്ലൈസീമിയ എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തത് ഫാസ്റ്റിംഗ് ഹൈപ്പോഗ്ലൈസീമിയ, അതായത് നമ്മൾ ആഹാരം ഒരു ലോങ് ടൈമിലത്തേക്ക് നമ്മൾ ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ലോ ബ്ലഡ് ഗ്ലൂക്കോസ് കോൺസെൻട്രേഷൻ, അതിനെയാണ് ഫാസ്റ്റിംഗ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടൈപ്പാണ് ഹൈപ്പോഗ്ലൈസീമിയ ഡ്യൂ ടു ആൽക്കഹോൾ ഇൻടേക്ക്. ചില ആൾക്കാർ, മദ്യപിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പ്രൊലോങ്ഡ് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർക്കും ആൽക്കഹോൾ കൺസംഷൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാറുണ്ട്. അതുകൂടാതെ ഇൻസുലിൻ ഓവർഡോസ്, അതായത് ഡയബറ്റീസ് മെലിറ്റസ് ഉള്ള പേഷ്യൻസിന് ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഓവർഡോസ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ഷുഗർ കുറഞ്ഞിട്ട് ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകാം. ചിലപ്പോൾ അതുപോലെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയ പ്രിമച്വർ ബേബീസിലും ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ട്. അണ്ടർ വെയ്റ്റ്, ലോവർ വെയ്റ്റ് ആയിട്ടുള്ള ബേബീസിലും ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട്. ഇനി ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ നോർമൽ ലെവലിനേക്കാൾ കൂടുതൽ നമ്മുടെ ഗ്ലൂക്കാഗോണിൻ്റെ സെക്രീഷനൊക്കെ കൂടിയിട്ട് അല്ലെങ്കിൽ ഇൻസുലിൻ്റെ സെക്രീഷൻ കുറഞ്ഞിട്ട് ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ നോർമലിനേക്കാൾ മോർ ദാൻ 120 mg/dl വന്നു കഴിഞ്ഞാൽ അതിനെന്ത് പറയുന്നു, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നു. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ബയോ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുള്ളത്. ഒന്നുകൂടി നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് കാണാം. ഇവിടെ നോക്കുക, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത് ഇവിടെ ലിനോയിക് ആസിഡ് ഏതാണെന്നുള്ള കണ്ടുപിടിക്കാനായിരുന്നു. രണ്ടാമത്തത് എന്താണ് ഇതിൻ്റെ ഗ്ലൂട്ടാമേറ്റിൻ്റെ സിസ്റ്റിൻ്റെയും ഗ്ലൈസിൻ്റെ കോമ്പിനേഷൻ എന്തായിരുന്നു. അടുത്ത pH നോർമൽ ലെവൽ ബ്ലഡ് pH എത്രയാണ്. പിന്നെ പ്ലാസൻ്റെ ക്ലോസ് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണെന്ന് ചോദിച്ചിരുന്നു, 4 1-വേർഡ് ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞാൽ പിന്നെ ചോദിച്ചത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചറും ടൈപ്സും ഫംഗ്ഷൻസും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ 5 മാർക്കിന്. പിന്നെ അമിനോ ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ 5 മാർക്കിന്. ജോണ്ടിസും അതിൻ്റെ ടൈപ്സും 5 മാർക്കിന്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ LDL ആൻഡ് HDL, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ GTT ആൻഡ് GCT, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹൈപ്പോഗ്ലൈസീമിയ ആൻഡ് ഹൈപ്പർ
ഗ്ലൈസീമിയ. നിങ്ങൾ നമ്മുടെ ക്രാഷ് കോഴ്സിലുള്ള കുട്ടിയാണെങ്കിലും അല്ലാതെ ഒരു കുട്ടിയാണെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എപ്പോഴും എക്സാമിന് ബയോകെമിസ്ട്രിയിലും ന്യൂട്രീഷനിലും മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ന്യൂട്രീഷനിലെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.